വിമാന ടിക്കറ്റ് റദ്ദാക്കലിന് പുതിയ നിർദ്ദേശങ്ങളുമായി DGCA. ടിക്കറ്റ് ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനകം റദ്ദാക്കാൻ പണം ഈടാക്കരുത്. 48 മണിക്കൂറിനകം പുനഃക്രമീകരിക്കാനും നിരക്ക് ഈടാക്കരുത്. റീഫണ്ട് നടപടികൾ 21 പ്രവൃത്തി ദിവസത്തിനകം പൂർത്തിയാക്കണമെന്നും DGCAയുടെ കരട് നിർദ്ദേശത്തിൽ പറയുന്നു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. തൗഫീഖ്, ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങളാണ് DGCA മുന്നോട്ട് വെക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്? അമൃത, വിമാന ടിക്കറ്റിംഗ് റീഫണ്ടിംഗ് നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്താനായിട്ടാണ് ഇപ്പോൾ DGCA ഒരുങ്ങുന്നത്. അതിന്റെ ഒരു കരട് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ സൗജന്യമായി ക്യാൻസൽ ചെയ്യാനുള്ള സൗകര്യമാണ് DGCA കൊണ്ടുവരുന്നു എന്നീ കരടിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഏജന്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ റീഫണ്ടിന്റെ ഉത്തരവാദിത്തം എയർലൈനുകൾക്കായിരിക്കും എന്നുകൂടി ഈ കരടിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് വിമാന ടിക്കറ്റ് റീഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ്. റീഫണ്ടിംഗ് സമയത്ത് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആദ്യ 24 മണിക്കൂറിനുള്ളിൽ ഈ പേരിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അതിന് ചാർജുകൾ ഈടാക്കാൻ പറ്റില്ല. അത്തരമൊരു നിയമം ഇനി ഉണ്ടാകില്ല എന്നുകൂടി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 48 മണിക്കൂറിനുള്ളിൽ യാത്രാ തീയതികളിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ അധിക തുക നൽകേണ്ടതില്ല. ആ നൽകിയ ടിക്കറ്റ് എടുത്ത തുകക്ക് തന്നെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുകൂടി DGCA ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു കരട് റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇതിൽ വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇതിലൊരു അംഗീകാരം ഉണ്ടാവുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ടിക്കറ്റ് റീഫണ്ടിങ്ങിൽ 24 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ, അതായത് 24 ദിവസത്തിനുള്ളിൽ പണം തിരികെ നൽകണം. ടിക്കറ്റുകൾ എടുത്തത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ വിമാന കമ്പനികളുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വിമാനം റദ്ദാക്കുകയാണെങ്കിൽ തുടങ്ങിയ കാരണങ്ങൾ മൂലം യാത്ര നടത്താൻ സാധിക്കാതെ വരികയാണെങ്കിൽ 21 ദിവസത്തിനുള്ളിൽ തന്നെ ആ പണം മുഴുവനായി തിരികെ നൽകണമെന്ന് കൂടി DGCA ഈ കരടിൽ പറയുന്നുണ്ട്. എന്തായാലും തീരുമാനം വിമാനയാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. നേരത്തെ വിമാന ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിൽ വരെ വലിയ രീതിയിലുള്ള തുക ഈടാക്കിയതിനു ശേഷമായിരിക്കും നൽകുക. ചില ടിക്കറ്റുകൾക്ക് ₹1 പോലും തിരികെ ലഭിക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് DGCA അതിലൊരു മാറ്റം വരുത്താനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി മുതൽ ഈ പറയുന്ന സമയത്തിനുള്ളിൽ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അധിക തുക നൽകേണ്ടി വരില്ല. അവർക്ക് ആ തുക തിരികെ ലഭിക്കുമെന്നാണ് DGCA പറയുന്നത്. ഇതിലൊരു ചർച്ച നടക്കും. ആ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. വിമാന കമ്പനികൾ ഉൾപ്പെടെ അവരുടെ അഭിപ്രായങ്ങൾ തേടും. അവർ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അതിൽ ചർച്ചയുണ്ടാകുമെന്ന് കൂടി DGCA അറിയിച്ചിട്ടുണ്ട്.